അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൃദ്ധസദനങ്ങൾ വർദ്ധിക്കുകയും വാർദ്ധക്യം ചെന്നവർ അവഗണിക്കപ്പെടുകയുമാണല്ലോ ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആത്മബന്ധങ്ങൾക്ക് പവിത്രതയും മൂല്യവും ഏറെ കൽപ്പിച്ചിരുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. എന്നാൽ ഇന്ന് ആധുനികതയും അന്യസംസ്കാരങ്ങളുടെ തള്ളിക്കയറ്റവും അണുകുടുംബങ്ങളുടെ ആവിർഭാവവും താനും തൻ്റെ കുടുംബവും എന്നു മാത്രമായി ഓരോ മനസ്സും ഗൃഹവും ഒതുങ്ങിയപ്പോൾ സമൂഹത്തിൽ വാർദ്ധക്യം ഒരു ഭാഗമായി മാറി. ആധുനിക യുഗത്തെ തുറിച്ചു നോക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് വാർദ്ധക്യവും ജീവിതവും. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ജീവിതം ഹോമിച്ച് ഒടുവിൽ പരാശ്രയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നു അവർ. വാർദ്ധക്യം എന്നത് ഒരു രോഗമല്ല, അത് ഒരു ജീവിതഘട്ടമാണ്. ജീവിതമാകുന്ന യാത്രയിൽ മാതാവിൻ്റെ ഉദരത്തിലെ ഗർഭാവസ്ഥയിൽ നിന്ന് ശിശുവായി ജനിച്ച് ബാല്യവും കൗമാരവും യൗവനവും മധ്യവയസ്സും കടന്നെത്തുന്ന ഒരു അവസ്ഥയാണ് വാർദ്ധക്യം. ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും വൃദ്ധജനങ്ങളോട് ഒരു തരം അവജ്ഞയാണ്. വാർദ്ധക്യം ഒരു ശാപമാണോ എന്ന് ചിന്തിച്ചു പോകുന്നത് അപ്പോഴാണ്. സംസ്ഥാനത്ത് ഓരോ വർഷം കഴിയുന്തോറും അന്തേവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വൃദ്ധസദനങ്ങൾ എന്നത് മലയാളി അത്ഭുതത്തോടെ മാത്രം കേട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലായിരുന്നു ഇത്തരം ഏർപ്പാടുകൾ നടന്നു വന്നിരുന്നത്. എന്നാൽ ഇന്നിവിടെയും വൃദ്ധസദനങ്ങൾ സാധാരണമായിരിക്കുന്നു. മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളെ ഇത്തരം കേന്ദ്രങ്ങളിൽ തള്ളുന്നതിൽ ഒരു മനസ്സാക്ഷി കുത്തുപോലും അനുഭവപ്പെടാത്തവരായി മലയാളികൾ ഈ പുതിയ കാലത്ത് മാറിക്കഴിഞ്ഞു. കുടുംബ ബന്ധങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളായിരുന്നു വൃദ്ധജനങ്ങൾ. അവർക്ക് നീണ്ട കാലത്തെ അനുഭവ സമ്പത്തുണ്ട്. കെട്ടുറപ്പുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പ്രായം ചെന്നവർ കേന്ദ്ര ബിന്ദുവായിരുന്നു. ഒരു തണൽ മരമായി അവരെന്നും ആശ്വാസം പകർന്നിരുന്നു. എന്നാൽ കൂട്ടുകുടുംബം ഇന്നൊരു പഴയ കഥയാണ്. എല്ലാവരും അണുകുടുംബമായി മാറുന്നു. അവിടെ എല്ലാവരും തിരക്കിലാണ്. എല്ലാവർക്കും അവരുടേതായ പര്യാപ്തതകളുണ്ട്. കാരണങ്ങൾ എന്തൊക്കെയായാലും ശരണാലയങ്ങളിൽ സംരക്ഷിക്കപ്പെടാനെന്ന പേരിൽ ഉപേക്ഷിക്കുന്നത് പ്രായമായ രക്ഷിതാക്കളോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്, മഹാപാതകമാണ്. കരുണ വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു പരിച്ഛേദമായി മാത്രമേ അതിനെ കാണാനാകൂ. വാർദ്ധക്യം എന്നത് ഒരു ശാപമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മെ എല്ലാവരെയും തേടി അതെത്തും. ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിന്ന് ഒരു ആഹ്ലാദകരമായ വാർദ്ധക്യം അവർക്ക് നേടിക്കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി, നമസ്കാരം.